السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ 1 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. ഒട്ടനവധി പ്രവാചകന്മാരുടെ സമൂഹം സത്യനിഷേധം കാണിച്ചതിൻ്റെ ഫലമായി എപ്രകാരമാണ് അവർ നശിപ്പിക്കപ്പെട്ടത് എന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ്. അവസാനമായി പറഞ്ഞു വച്ചിട്ടുള്ളത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ തുല്യതയില്ലാത്ത നിലക്ക് അള്ളാഹു ശിക്ഷിച്ച കാര്യമാണ്. ഇൻഷാ അള്ളാഹ് ഇനി അടുത്ത വചനങ്ങളിൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جاء آل فرعون النذر. كذبوا بآياتنا كلها فأخذناهم أخذ عزيز مقتدر. أكفاركم خير من أولئكم أم لكم براءة في الزبر. أم يقولون نحن جميع منتصر. سيهزم الجمع ويولون الدبر. بل الساعة موعدهم والساعة أدهى وأمر. إن المجرمين في ضلال وسعر. يوم يسحبون في النار على وجوههم ذوقوا مس سقر. إنا كل شيء خلقناه بقدر. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ജാഅ ആല ഫിർഔന النذر. വലഖദ്, ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ജാഅ വന്നിട്ടുണ്ട്, ആല ഫിർഔന ഫിർഔനിൻ്റെ അഹ്ലുകാർക്ക്. ആല് എന്ന് പറഞ്ഞാൽ അഹ്ലുകാർ അല്ലെങ്കിൽ അത്ബാഉകൾ, കുടുംബക്കാർ, അതേപോലെ തന്നെ ഫോളോവേഴ്സിന് അത്ബാഉകൾക്ക് ആല് എന്ന് പറയും, കുടുംബക്കാർക്കും അത് പറയും. അപ്പോൾ ഫിർഔനിൻ്റെ ആളുകൾക്ക്, ഫിർഔനിൻ്റെ പിന്തുടർച്ചക്കാർക്ക് അല്ലെങ്കിൽ ഫിർഔനിനെ പിന്തുടരുന്ന ആളുകൾക്കും ഫിർഔനിനും അന്നുദുർ
താക്കീതുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്കും വന്നിട്ടുണ്ട്. നുദുർ എന്ന് പറഞ്ഞാൽ താക്കീതുകൾ, നദീർ നുദുർ താക്കീതുകൾ. ഇവിടെ ഒരാളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അയാളും അതിൽ പെടും. അറബി ഭാഷയിൽ ആലു ഫിർഔൻ എന്ന് പറഞ്ഞാൽ അതിൽ ഫിർഔനും ഉൾപ്പെടും. അല ഇബ്രാഹിം വ അല ആലി ഇബ്രാഹിം. എന്നാൽ ആലു ഇബ്രാഹിം എന്നും ചില സ്വലാത്തുകളിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അല മുഹമ്മദിൻ വ അല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അല ആലി ഇബ്രാഹിം. അപ്പോൾ അവിടെ ഇബ്രാഹിം എന്ന് പറഞ്ഞില്ല എന്നത് വിഷയമല്ല. കാരണം ആലു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഇബ്രാഹിം നബി ഉൾപ്പെടും. അപ്പോൾ ഏതൊരാളിലേക്കും ആലു ചേർത്ത് പറഞ്ഞാൽ അതിൽ ആ വ്യക്തിയും ഉൾപ്പെടും. അപ്പോൾ വലഖദ് ജാഅ ആല ഫിർഔന നുദുർ, ഫിർഔനിനും അവൻ്റെ ആളുകൾക്കും താക്കീതുകൾ വന്നിട്ടുണ്ട്. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ സഹായിയായിക്കൊണ്ട് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. കദ്ദബൂ ബി ആയാത്തിന, അവർ നമ്മുടെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ കളവാക്കി. കുല്ലിഹ, എല്ലാറ്റിനെയും, എല്ലാ ആയത്തുകളെയും അവർ കളവാക്കി. ഫഅഖദ്നാഹും, അപ്പോൾ നാം അവരെ പിടികൂടി. അഖദ യഖുദു അഖ്ദൻ, അഖദ എന്ന് പറഞ്ഞാൽ പിടിക്കുക, പിടികൂടുക. ഫഅഖദ്നാഹും, അപ്പോൾ നാം അവരെ പിടികൂടി. അഖ്ദ അസീസിൻ മുഖ്തദിർ, എങ്ങനത്തെ പിടുത്തം? അഖ്ദ് എന്ന് പറഞ്ഞാൽ പിടുത്തം. അഖ്ദ അസീസിൻ, പ്രതാപിയായ ഒരാളുടെ പിടുത്തം. അസീസ് എന്ന് പറഞ്ഞാൽ ദുൽ ഇസ്സ, അങ്ങേയറ്റം പ്രതാപമുള്ളവൻ. മുഖ്തദിർ എന്ന് പറഞ്ഞാൽ കഴിവുറ്റവൻ. യഖ്തദറ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് സാധിക്കുന്നതിനാണ് യഖ്തദറ എന്ന് പറയാം, കഴിവുണ്ടാവുക. യഖ്തദിറു ഇഖ്തിദാറൻ വഹുവ മുഖ്തദിറുൻ. മുഖ്തദിർ എന്ന് പറഞ്ഞാൽ കഴിവുറ്റവൻ. അപ്പോൾ പ്രതാപിയും കഴിവുറ്റവനുമായ ഒരാളുടെ പിടുത്തം നാം അവരെ പിടിച്ചു എന്നാണ്. അപ്പോൾ നമുക്കറിയാം, വലഖദ് ആതൈന മൂസ 9 ആയാത്തിൻ ബയ്യിനാത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ മൂസാ നബിയിലൂടെ അള്ളാഹു ഫിർഔന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റു പല സമൂഹങ്ങൾക്കും വളരെ കുറഞ്ഞ ദൃഷ്ടാന്തങ്ങളെ നൽകപ്പെട്ടിട്ടുള്ളൂ, മുഅ്ജിസാത്തുകളായി. എന്നാൽ ഫിർഔനിന് 9 വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ തന്നെ, അഥവാ മുഅ്ജിസത്താണ് എന്ന് 100% ഉറപ്പുള്ള 9 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് 9 ആയാത്തിൻ ബയ്യിനാത്തിൻ. പക്ഷെ അത് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സാഹിറാണ്, മാരണക്കാരനാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ പറയുകയാണ് ചെയ്തത്. അതല്ലാത്ത മറ്റ് ദൃഷ്ടാന്തങ്ങൾ, ഒരു നബി ജീവിച്ചിരിക്കുമ്പോൾ നുബുവത്ത് തുടങ്ങി ആ പ്രവാചകൻ മരിക്കുന്നത് വരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അദ്ദേഹത്തിൻ്റെ നുബുവത്ത് ബോധ്യപ്പെടുന്ന പലതും അദ്ദേഹത്തിലൂടെ ഉണ്ടാകും. അത് മറ്റു വിഷയമാണ്. ഇത് ആർക്കും ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളാണ്. പക്ഷേ കദ്ദബൂ ബി ആയാത്തിന കുല്ലിഹ, അവരതിനെല്ലാറ്റിനെയും കളവാക്കി. ഒന്നിനെയും അവർ അംഗീകരിച്ചില്ല, ഫിർഔനും അവൻ്റെ ആൾക്കാരും. ഫഅഖദ്നാഹും, അപ്പോൾ നാം അവരെ പിടികൂടി. അഖ്ദ അസീസിൻ മുഖ്തദിർ, കഴിവുറ്റവനായ പ്രതാപിയായ ഒരാളുടെ പിടുത്തം. എന്ന് പറഞ്ഞാൽ ഫിർഔൻ ഞാനാണ് രാജാവ്, ഞാനാണ് അസീസ് എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഈജിപ്തിലെ അന്നത്തെ രാജാക്കന്മാർക്ക് അസീസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വഖാലൂ യാ അയ്യുഹൽ അസീസു, വഖാലൂ യാ അയ്യുഹൽ അസീസു. അത് പ്രതാപമേറിയവർ. കാരണം വലിയ സാമ്രാജ്യമായിരുന്നു, വലിയ പ്രതാപമുള്ള സാമ്രാജ്യമായിരുന്നു. ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്നു അവർ. ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്നവർ വാദിച്ചിരുന്നു. അവർ ദൈവങ്ങളായി മാറുന്നതാണ്. ഈജിപ്തിലെ രാജാക്കന്മാർ അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് ഭരണം കിട്ടിയാൽ അവർ ദൈവമായി മാറും. അവരാണ് ജന്മദിനാഘോഷം തുടങ്ങിയത്. ജന്മദിനാഘോഷം തുടങ്ങിയത് ഈജിപ്തിലെ ഫറോവമാരാണ്. ജന്മദിനം എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച ദിവസമല്ല, മറിച്ച് അവർ ദൈവമാകുന്ന ദിവസത്തിനാണ് അവർ ജന്മദിനമായി കൊണ്ടാടിയത്. അവർക്ക് കിരീടം കിട്ടിയാൽ അവർ ദൈവമായി, ആ ദൈവമാകുന്ന ദിവസത്തെ അവർ കൊണ്ടാടി. അതുകൊണ്ടാണ്
ആദ്യകാല യഹൂദ ക്രൈസ്തവർ, മൂസാ നബിയുടെ ആളുകളും ഈസാ നബിയുടെ ആളുകളൊന്നും ജന്മദിനം ആഘോഷിച്ചിരുന്നില്ല. ഒരു കുട്ടിയുടെയും ജന്മദിനം ആഘോഷിച്ചിരുന്നില്ല. കാരണം അത് വിഗ്രഹാരാധകരുടെ സ്വഭാവമാണ്, നമുക്ക് പാടില്ല എന്നായിരുന്നു. പക്ഷേ ഇന്ന് യഹൂദരും ക്രിസ്ത്യാനികളും ഈവൻ മുസ്ലിമീങ്ങളടക്കം ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ്. ഓരോ മക്കളുടെയും ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുകയാണ്. ഫിറഔൻ തുടങ്ങി വെച്ചൊരു കാര്യമാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. ഫിറഔൻ തുടങ്ങി വെച്ച അതേപോലെയുള്ള ആളുകൾ തുടങ്ങി വെച്ച വളരെ മോശമായ ഒരു ഏർപ്പാടാണ് ജന്മദിനാഘോഷം എന്നുള്ളത്. അതിൻ്റെ അസലതാണ്. മതത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ ആ നിലക്ക് വലിയ പ്രതാപികളായി ദൈവങ്ങളായി കരുതിയിരുന്നവരെ അള്ളാഹു നിസ്സാരമായി പിടികൂടിയത് പറഞ്ഞപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറ്റ് ആയത്തുകളിലൊന്നും പറയാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞത്. അഖ്ദ അസീസിൻ മുഖ്തദിർ, യഥാർത്ഥ അസീസായ യഥാർത്ഥ കഴിവുറ്റവൻ്റെ പിടുത്തം. അസീസ് എന്ന വാക്കിന് മറ്റാർക്കും തോൽപ്പിച്ച് കളയാത്തവൻ എന്ന അർത്ഥമാണ്. അതേപോലെ തന്നെ ശക്തമായ ശിക്ഷാ നടപടി എടുക്കുന്നവൻ. വല്ലാഹു അസീസുൻ ദുൻതിഖാം. ഇൻതഖമ എന്ന് പറഞ്ഞാൽ ശിക്ഷാ നടപടി സ്വീകരിക്കുക എന്നാണ്. മറികടക്കാൻ കഴിയില്ല. അതാണ് മുഖ്തദിർ, ലാ യുഗ്ലബു, ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ആ പിടുത്തം വന്നാൽ. വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ ഇന്ന അഖ്ദഹു അലീമുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ പിടികൂടിയാൽ ഭയങ്കര പിടുത്തമാണ് പിടിക്കുക. അത് അലീമാണ്, ഷദീദാണ്, കഠിനമായി വേദനയേറിയ പിടുത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുക. ആ നിലക്കുള്ളൊരു പിടുത്തം അല്ലാഹു അവരെ പിടിച്ചു. അങ്ങനെ അവരെ ചെങ്കടലിൽ അല്ലാഹു അവരെ എല്ലാവരെയും അവരുടെ സമ്പത്തോടുകൂടി അല്ലാഹു അവരെ മുക്കി നശിപ്പിച്ചു. അകുഫാറുക്കും ഖൈറും മിൻ ഉലൈക്കും. ഇനി അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അകുഫാറുക്കും, കുഫാർ എന്ന് പറഞ്ഞാൽ കാഫിർ, കുഫാർ എൻ്റെ ജംആണ്. അകുഫാറുക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ സത്യനിഷേധികളാണോ? കുഫാർ കാഫിറിൻ്റെ ജംഅ. അകുഫാറുക്കും ഖൈറുൻ, അവരാണോ ഖൈർ, മിൻ ഉലൈക്കും, അക്കൂട്ടരേക്കാൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ ആദ് സമൂദ് ഗോത്രങ്ങൾ, ലൂത്ത് നബിയുടെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇവരൊക്കെ നശിപ്പിച്ചത് പറഞ്ഞു. ഫിറഔനിനെ നശിപ്പിച്ചത് പറഞ്ഞു. അവരെക്കാൾ മെച്ചപ്പെട്ടവരാണോ നിങ്ങൾ? അകുഫാറുക്കും ഖൈറും മിൻ ഉലൈക്കും. അം ലക്കും, അതല്ല നിങ്ങൾക്കുണ്ടോ, ബറാഅതു ഫി സുബുർ. ബറാഅ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ, ഒഴിവ് കഴിവ്, വിട്ടുവീഴ്ച. അതിനാണ് ബറാഅ എന്ന് പറയുന്നത്. ബരിഅ യബ്റഉ ബർഅൻ വ ബറാഅതൻ വ ബുർഅ. ബരിഅ യബ്റഉ, മാറുക, ഒഴിവ് കഴിവുണ്ടാവുക, വിട്ടു നിൽക്കുക, മാറി നിൽക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. ബറാഅത്ത് ഒഴിവ് കഴിവ്, വിട്ടു നിൽക്കൽ. അം ലക്കും ബറാഅത്തുൻ ഫി സുബുർ. സുബുർ എന്ന് പറഞ്ഞാൽ ഫിൽ കുത്തുബ്. സബൂറിൻ്റെ ജംആണ് സുബുർ. സബൂർ എന്ന് പറഞ്ഞാൽ കിതാബ്, സുബുർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനമാണ്. വേദങ്ങളിൽ നിങ്ങൾക്ക് വല്ല വിട്ടുവീഴ്ചയുമുണ്ടോ? അതല്ല നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണോ എന്ന് മക്ക മുശ്രിക്കുകളോട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ച അക്കാലഘട്ടത്തിലെ സത്യനിഷേധികളോട്, അറബികളോട്, അല്ലാത്തവരോട് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അവരൊക്കെ നിഷേധിച്ചപ്പോൾ അല്ലാഹു അവരെ പിടികൂടി. എന്നിരിക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒഴിവ് കഴിവുണ്ടോ? നിങ്ങളെ പിടിക്കൂല എന്ന് വല്ല വേദത്തിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതാണ് അംലക്കും ബറാഅത്തുൻ ഫി സുബുർ. പൂർവ്വവേദങ്ങളിലോ മറ്റോ നിങ്ങളെ മാത്രം അള്ളാഹു വെറുതെ വിടും, നിങ്ങളെ പിടിക്കൂല എന്നുണ്ടോ? അതല്ല നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണോ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട്? ശരീരം കൊണ്ടോ, ആരോഗ്യം കൊണ്ടോ, സമ്പത്ത് കൊണ്ടോ, കഴിവുകൊണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പിടികൂടാൻ കഴിവുള്ളവനാണ്. അകുഫാറുക്കും ഖൈറും മിൻ ഉലൈക്കും. ഉലൈക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടീം. അംലക്കും ബറാഅത്തുൻ ഫി സുബുർ, അതല്ല വേദത്തിൽ നിങ്ങൾക്ക് വല്ല ഒഴിവ് കഴിവുമുണ്ടോ? അം യഖൂലൂന, അതല്ല അവർ പറയുന്നുവോ? ഖാല യഖൂലു ഖൗലൻ അം യഖൂലൂന നഹ്നു ജമീഉൻ. നഹ്നു, ഞങ്ങൾ, ജമീഉൻ, ഒരു സംഘമാകുന്നു, സംഘബലമുള്ളവരാകുന്നു, ഞങ്ങൾ ഒറ്റ
ഒറ്റക്കെട്ടാകുന്നു. ജമീ എന്ന് പറഞ്ഞാൽ മൊത്തം. നഹ്നു ജമീഉൻ മുൻതസിറുൻ, പരസ്പരം സഹായ നടപടി സ്വീകരിക്കുന്ന. ഇൻതസറ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇൻതസറ യൻതസിറു ഇന്തിസാറൻ, ഇന്തിസാറൻ. മുൻതസിർ എന്ന് പറഞ്ഞാൽ രക്ഷാ നടപടി സ്വീകരിക്കുന്നവൻ. അപ്പോൾ അവർ പറയുന്നുവോ നഹ്നു ജമീഉൻ, ഞങ്ങളൊരു വലിയ സംഘമാണ്. മുൻതസിർ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ പരസ്പരം നോക്കിക്കൊള്ളും, പരസ്പരം രക്ഷാ നടപടി സ്വീകരിച്ചു കൊള്ളും, ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് മക്കയിലെ മുശ്രിക്കുകൾ അബൂജഹൽ അടക്കം പറഞ്ഞ കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരും വളരെ കുറച്ചാണ്. നമ്മളാകട്ടെ മഹാഭൂരിപക്ഷമാണ്. അപ്പോൾ ഭൂരിപക്ഷമുള്ള നമുക്ക് ഈ ന്യൂനപക്ഷം ഒരു വിഷയമല്ല എന്നവർ പറഞ്ഞു. കാരണം ഒരു ന്യൂനപക്ഷമാണ്. അപ്പോൾ ബദറിലേക്ക് പുറപ്പെട്ടത് എത്ര ആളാണ് എന്ന് അന്വേഷിക്കാൻ അബൂജഹൽ ആളെ പറഞ്ഞയച്ചു. അപ്പോൾ പോയി നോക്കുമ്പോൾ സാധാരണ യുദ്ധം നടക്കുമ്പോൾ അങ്ങനെ ആളുകളെ വിടും അപ്പുറത്തുള്ള കാര്യം നോക്കാൻ. അതേപോലെ ഇപ്പുറത്തുള്ള കാര്യം നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ പോയപ്പോൾ പറഞ്ഞു കുറച്ച് ആളുകളെ ഉള്ളൂ. അപ്പോൾ അബൂജഹൽ ചിരിക്കാൻ തുടങ്ങി. അതിനേക്കാൾ വലിയൊരു സംഘത്തെ തോൽപ്പിക്കാൻ ശക്തിയൊക്കെ ഉള്ള ആളാണ് അബൂജഹൽ എന്ന് പറഞ്ഞാൽ. കരുത്തനായിരുന്നു, ഉമറിനെ പോലെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉമറിനെ കൊണ്ടോ അബൂജഹലിനെ കൊണ്ടോ എന്ന് പറഞ്ഞത്. ശക്തനായിരുന്നു. അതുകൊണ്ടാണ് അബൂജഹൽ പറഞ്ഞത് ഒരു 10 ആളൊക്കെ ഞാൻ നോക്കിക്കോളാം, യുദ്ധത്തിൽ ഒരു 10 ആളെ ഞാൻ കൈകാര്യം ചെയ്തോളാം, അതിന് കഴിവുള്ള ആളാണ്. അപ്പോൾ അവർ പറഞ്ഞു നഹ്നു ജമീഉൻ മുൻതസിർ, നമ്മൾ വലിയൊരു സംഘം, ഒരുപാട് ഗോത്രം, വലിയ വലിയ യോദ്ധാക്കൾ, ധീരന്മാരായ ആളുകൾ, നമുക്കവരെ കൈകാര്യം ചെയ്യാം എന്നവർ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സയുഹ്സമുൽ ജംഉ, സയുഹ്സമുൽ ജംഉ, ആ ജംഅ്, ആ സംഘം പരാജയപ്പെടുക തന്നെ ചെയ്യും. ഹസമ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക എന്നാണ് അർത്ഥം. ഹസമ യഹ്സിമു ഹസ്മൻ വ ഹസീമതൻ വ ഹസീമ. ഹസമ യഹ്സിമു ഹസ്മൻ വ ഹസീമതൻ വ ഹസീമ, പരാജയപ്പെടുക. യുഹ്സം പരാജയപ്പെടുക. സയുഹ്സമുൽ ജംഉ, ആ സംഘം പരാജയപ്പെടുത്തപ്പെടും. വയുവല്ലൂന ദുബുർ, അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യും. വല്ല യുവല്ലി തൗലിയ, വല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിയുക, ദുബുർ എന്ന് പറഞ്ഞാൽ പുറം ഭാഗം എന്ന് പറഞ്ഞാൽ പിറകിലേക്ക് തിരിഞ്ഞോടുക. ബാക്ക് സൈഡിനാണ് ദുബുർ എന്ന് പറയുക. അപ്പോൾ അവർ പിന്തിരിഞ്ഞ് ഓടും, യുദ്ധത്തിൽ നിന്ന് പിന്മാറി പിറകോട്ട് ഓടുന്നതാണ്. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ആയത്ത് ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ആരാണ് ഈ പിന്തിരിഞ്ഞോടുന്ന സംഘം? കാരണം ആദ് സമൂഹത്തെക്കുറിച്ചറിയാം, മറ്റു ചരിത്രങ്ങളൊക്കെ അറിയാം. പക്ഷേ അള്ളാഹു ഈ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? എന്ത് തരം ശിക്ഷയായിരിക്കും? ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബദർ യുദ്ധത്തിൻ്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ഭയങ്കരമായ പ്രാർത്ഥന, ദൈർഘ്യമേറിയ പ്രാർത്ഥന. അള്ളാഹുവേ, ഇതൊരു ചെറിയ സംഘമാണ്, ഇവർ ഇന്ന് നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു സംഘമിനി ഉണ്ടാവില്ല റബ്ബേ, അതുകൊണ്ട് സഹായിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ മതി പ്രാർത്ഥിച്ചത്. ആരെങ്കിലും അങ്ങനെ പറയുമോ, മതി പ്രാർത്ഥിച്ചത്? അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരാൾ. അപ്പോൾ അതിൻ്റെ ഒരു കാഠിന്യമായിരുന്നു എന്നാണ്. അത്രയും നബിയുടെ റിദ ഒക്കെ, നബിയുടെ തട്ടമൊക്കെ ഷോൾഡറിൽ നിന്ന് താഴെ വീണുപോയി. പക്ഷേ നബി അറിയുന്നില്ല, ദുആയിലാണ്, തദറുഇലാണ്,
ഖുദൂഇലാണ്, റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മദിനബിയെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമാറ് ദുആ ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ ആയത്തുകൾ ഓതിക്കൊണ്ടാണ്. ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. അപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്ത് ആരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് എനിക്കതിൻ്റെ തഫ്സീർ, അതിൻ്റെ തഅ്വീൽ മനസ്സിലായത്. അപ്പോൾ സയുഹ്സമുൽ ജംഉ, ഈ പറയപ്പെട്ട ഈ സംഘം അവർ തോൽപ്പിക്കപ്പെടും. വയുവല്ലൂന ദുബുർ, അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ബലിസ്സാഅതു, എന്നാൽ അറിയുക ബൽ അസ്സാഅതു, അന്ത്യസമയം, മൗഇദുഹും, അതാണ് അവരുടെ യഥാർത്ഥ വാഗ്ദത്ത സമയം. മൗഇദ് എന്ന് പറഞ്ഞാൽ വഅദ യഇദു വഅദൻ, മൗഇദ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത സ്ഥലം, വാഗ്ദത്ത സമയം, രണ്ടിനും മൗഇദ് എന്ന് പറയും. രണ്ടിനും മൗഇദ് എന്ന് പറയും. വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലത്തിനും വാഗ്ദത്തം ചെയ്യപ്പെട്ട സമയത്തിനും മൗഇദ് എന്ന് പറയും. ബലിസ്സാഅതു മൗഇദുഹും, എന്നാൽ അറിയുക ആ അന്ത്യസമയമാണ് അവർക്ക് നിശ്ചയിക്കപ്പെട്ട യഥാർത്ഥ സമയം. വസ്സാഅതു, ആ അന്ത്യസമയമാകട്ടെ അദ്ഹ, അങ്ങേയറ്റം മുസീബത്തുള്ളതാണ്. ദഹ എന്ന് പറഞ്ഞാൽ മുസീബത്തിൽ അകപ്പെടുന്നതിനാണ് ദഹ എന്ന് പറയുക. ദഹ യദ്ഹ ദഹ്യൻ, ദാഹിൻ എന്ന് പറഞ്ഞാൽ മുസീബത്തുള്ളത്, അദ്ഹ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മുസീബത്തുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു മുസീബത്തില്ല എന്നർത്ഥം. അതിൻ്റെ സൂപ്പർലറ്റീവ് ഡിഗ്രിയാണ്. അദ്ഹ, ഏറ്റവും ആപൽക്കരമായത്, ഏറ്റവും ആപൽക്കരമായത്. വ അമറു, അമർ എന്ന് പറഞ്ഞാൽ മുറിൻ്റെ സൂപ്പർലറ്റീവ് ഡിഗ്രിയാണ്. മുറ് എന്ന് പറഞ്ഞാൽ കൈപ്പേറിയത്. അമർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കൈപ്പേറിയത്, കൈപ്പേറിയത്. അമർ അങ്ങേയറ്റം കൈപ്പേറിയത്, മുറ് എന്ന് പറഞ്ഞാൽ കൈപ്പേറിയത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ മക്കയിലായിരിക്കെ, കാരണം ഈ അധ്യായം അവതരിപ്പിക്കപ്പെടുന്നത് മക്കയിൽ വെച്ചാണ്. ഞാൻ മക്കയിലായിരിക്കെ പ്രവാചകൻ ഇത് അവതരിപ്പിക്കപ്പെടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കൊടുക്കുന്നതും സ്വഹാബികൾ ഓതുന്നതുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അവരുടെ ഹൃദയങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാക്കിയ, പേടിയുണ്ടാക്കിയ, നരകത്തെക്കുറിച്ച് പേടിയുണ്ടാക്കിയ വചനങ്ങളിലൊന്നായിരുന്നു എന്ന്. കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ കണ്ടൻറ്റുകളിൽ പ്രധാനമായും 3 വിഷയങ്ങളാണ് വരുന്നത്. അതിലൊന്ന് ആഖിറത്താണ്. അതിലൊന്ന് ആഖിറത്താണ്, പരലോകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഖുർആനിലുടനീളം കാണാൻ കഴിയുന്നത്. ഏത് ചർച്ചയും ചെന്നവസാനിക്കുന്നത് ആഖിറത്തിലാണ്, പരലോകത്തിലാണ്. അതുകൊണ്ട് തന്നെ ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വ അമർ എന്നതിനെ, ആയത്തിനെ വിശ്വാസികൾ പേടിയോടുകൂടിയായിരുന്നു ഓതിയിരുന്നത് എന്നാണ്. പിന്നീടാണ് അവർക്ക് ബദറിൽ വെച്ച് ഇതാരെക്കുറിച്ചാണ് എന്ന് വ്യക്തമായത്. ആ സ്വഭാവമുള്ള എല്ലാവർക്കും അത് ബാധകമാണ് താനും. ബലിസ്സാഅതു മൗഇദുഹും, ആ അന്ത്യസമയമാണ് അവരുടെ വാഗ്ദത്ത സമയം. വസ്സാഅതു, ആ അന്ത്യസമയമാകട്ടെ അദ്ഹ, ഏറ്റവും ആപൽക്കരവും, വ അമറു, ഏറ്റവും കൈപ്പേറിയതുമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്നൽ മുജ്രിമീന, നിശ്ചയമായും മുജ്രിമുകൾ, അജ്റമ യുജ്രിമു ഇജ്റാമൻ, അജ്റമ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുക, മുജ്രിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി. ഇന്നൽ മുജ്രിമീന, നിശ്ചയം കുറ്റവാളികൾ, ഫീ ളലാലിൻ, അവർ വഴികേടിലാകുന്നു, വസുഉരിൻ, ബുദ്ധിശൂന്യതയിലാകുന്നു. സുഉർ എന്ന് പറഞ്ഞാൽ ആ വേർഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. 2 അർത്ഥം അതിനുണ്ട്. ഒന്ന് അങ്ങേയറ്റത്തെ മോശമായ അവസ്ഥ, ക്ഷീണമുള്ള അവസ്ഥ, താങ്ങാൻ പറ്റാത്ത അവസ്ഥ. മറ്റൊന്ന് ഭ്രാന്തുള്ള അവസ്ഥ, വിവരക്കേടുള്ള അവസ്ഥ, ബുദ്ധിശൂന്യതയുള്ള അവസ്ഥ. ഇവിടെ ഫീ ളലാലിൻ, അവർ വഴികേടിലും, വസുഉർ, ബുദ്ധിശൂന്യതയിലുമാകുന്നു. ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട മുജ്രിമുകൾ മുശ്രിക്കുകളാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, പ്രവാചകനെ നിഷേധിക്കുന്ന ആളുകൾക്കാണ്
ഇവിടെ മുജ്രിം എന്ന് പറഞ്ഞത് അതോടൊപ്പം അവർ നാട്ടിൽ പ്രശ്നക്കാരുമാണ്. ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസുഉർ, മുജ്രിമീങ്ങൾ വഴികേടിലും. ളലാൽ എന്ന് പറഞ്ഞാൽ ളല്ല യദില്ലു ളലാല, വഴികേട്. സുഉർ എന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യമായ അവസ്ഥ അല്ലെങ്കിൽ പ്രയാസകരമായ അവസ്ഥയിലാണ് അവർ ഉള്ളത്. യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം, യൗമ ദിവസം, യൗം എന്ന് പറഞ്ഞാൽ ദിവസം. എങ്ങനെയുള്ള ദിവസം? യുസ്ഹബൂൻ, അവർ വലിച്ചിഴക്കപ്പെടും. സഹബ എന്ന് പറഞ്ഞാൽ വലിച്ചിഴക്കുക എന്നാണ് അർത്ഥം. സഹബ എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിക്കുന്നതിനാണ് സഹബ എന്ന് പറയുക. ഇസ്ഹബ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിക്ക്. സഹബ യസ്ഹബു സഹബൻ, സഹബ യസ്ഹബു സഹബൻ, പിടിച്ചു വലിക്കുക അല്ലെങ്കിൽ നിലത്ത് വലിച്ചിഴക്കുക. ഇവിടെ നിലത്ത് വലിച്ചിഴക്കുക. യൗമ യുസ്ഹബൂന, അവർ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം. എവിടെ? ഫിന്നാർ, നരകത്തിൽ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തത് ഇലന്നാർ എന്നാണ്, നരകത്തിലേക്ക്, നരകത്തിലേക്ക്. അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ എന്ന് പറഞ്ഞാൽ കാലുകളിലല്ല പിടിച്ചു വലിക്കുന്നത്, മുഖങ്ങളിലാണ്. വജ്ഹിൻ്റെ ജംആണ് വുജൂഹ്. അന്ന് മുഖം കുത്തിയവരായിരിക്കും. യൗമ യഖുപ്പുന്നാസു അലാ വുജൂഹിഹിം, മനുഷ്യർ അവരുടെ മുഖങ്ങളിൽ മുഖം കുത്തി വീഴുന്നതാണ്. ചിലർ തല കുത്തനെയാണ് പരലോകത്ത് നിൽക്കുക എന്നാണ്. മുഖം കൊണ്ട് അള്ളാഹു അവരെ നടത്തിക്കും. കാലുകൊണ്ടും നടക്കും, മുഖം കൊണ്ടും നടക്കും എന്നാണ്. അത് 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ശറിൽ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രൂപത്തിൽ മഹ്ശറിനെ കുറിച്ച് പറഞ്ഞത് കാണാം. മുട്ടുകുത്തിയവരായിക്കൊണ്ട്, മുഖം കുത്തിയവരായിക്കൊണ്ട്. അതിൽ മുഖം കുത്തിക്കൊണ്ടാണ് അവസാനത്തിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് പല വിഭാഗത്തെയും. അതിൽപ്പെട്ട ഒന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ ഉമ്മത്തിലെ, മുസ്ലിം ഉമ്മത്തിലെ 3 വിഭാഗം ആളുകളെ ഇതേപോലെ മുഖത്ത് വലിച്ചയച്ച് നരകത്തിലേക്കിടും. മുസ്ലിങ്ങളിൽ ഏറ്റവും ആദ്യം അവരെയാണ് വിചാരണ ചെയ്യുക എന്നാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതിലൊന്ന് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആലിമുകളാണ്. കാരണം ജനങ്ങൾക്കിടയിലുള്ള പ്രശംസ കിട്ടാൻ വേണ്ടിയായിരുന്നു അവർ ഇതൊക്കെ ചെയ്തിരുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചല്ല. ഞാനൊരു ഖാരി ആണ്, ഞാനൊരു ആലിമാണ്, പണ്ഡിതനാണ് എന്നറിയപ്പെടണം, ആളുകൾക്കിടയിൽ പ്രശംസ കിട്ടണം. അവരെ മുഖത്ത് വലിച്ചയച്ചിട്ടാണ് നരകത്തിലേക്ക് കൊണ്ടുപോവുക. രണ്ടാമത്തത് സദഖ ചെയ്യുന്ന ആളുകൾ. ഞാൻ വലിയ ദാനശീലനാണ്, എൻ്റെ കീർത്തി ആളുകൾക്കിടയിൽ അറിയണമെന്ന് വിചാരിച്ച് സദഖ ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്തത് ഞാൻ ധൈര്യശാലിയാണ് എന്നറിയാൻ വേണ്ടി ജിഹാദിൽ ഏർപ്പെടുന്ന ആളുകൾ. വലിയ ധൈര്യമാണ്, വലിയ യോദ്ധാവാണ്, പോരാളിയാണ് എന്നറിയപ്പെടാൻ വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ. ഈ 3 വിഭാഗം ആളുകൾക്കിടയിൽ അള്ളാഹു ആദ്യം തന്നെ, ഏറ്റവും ആദ്യം ഖളാ വിശ്വാസികളിൽ ഈ 3 ടീമിനാണ്. അവരെ മുഖത്ത് വലിച്ചേച്ചാണ് നരകത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ഹദീസിൽ പറയുന്നു. അപ്പോൾ ആ നിലക്ക് മുഖത്ത് വലിച്ചയച്ചുകൊണ്ട് നരകത്തിലെറിയപ്പെടുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം, അങ്ങനെ അവരുടെ മുഖത്ത് വലിച്ചയച്ച് അവരെ നരകത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിൽ വലിച്ചയക്കപ്പെടുന്ന ആ ദിവസം ദൂഖൂ, അവരോട് പറയപ്പെടും, യുഖാലു, അവരോട് പറയപ്പെടും, ദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ. ദാഖ യദൂഖു ദൗഖൻ, ദാഖ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, യദൂഖു ദൗഖൻ, ദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ. മസ്സ സഖർ, മസ്സ, മസ് എന്ന് പറഞ്ഞാൽ സ്പർശനം. മസ്സ യമസ്സു മസ്സൻ, മസ്സ യമസ്സു മസ്സൻ. മസ് എന്ന് പറഞ്ഞാൽ സ്പർശനം, ബാധ, ബാധിക്കൽ. സഖർ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു ഇസ്മാണ്. ഇസ്മുൻ മിൻ അസ്മാഇ ജഹന്നം, ജഹന്നമിൻ്റെ ഒരു പേരാണ് സഖർ. കത്തിയാളുന്ന നരകം എന്നാണ് അതിൻ്റെ അർത്ഥം. വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ 19. സഖർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ലാ തുബ്ഖി വലാ തദർ, ഒരാളെയും വെറുതെ വിടൂല, ഒരാളെയും വെറുതെ വിടൂല. ലാ തുബ്ഖി വലാ തദർ, അവശേഷിപ്പിക്കൂല.
വിട്ടുകളയുകയുമില്ല. ലവ്വാഹത്തുല്ലിൽ ബഷർ, തൊലിയെ കത്തിച്ച് കരിച്ചു കളയുന്ന. തൊലിയാകട്ടെ ഏകദേശം 70 അടിയോളം ഉണ്ടാവും അതിൻ്റെ കട്ടിന്നാണ്. 70 അടിയോളം തൊലിയുടെ കട്ടിയാണ്. നരകത്തിലൊരാളുടെ വലിപ്പാണ്. അത്രയും വലിയ തൊലിയെ നിസ്സാരമായി കരിച്ചു കളയുന്ന തീ. അപ്പോൾ ആ തീയുടെ അവസ്ഥ എന്താണ്? അതാണ് സഖർ. ദൂഖൂ മസ്സ സഖർ. സഖറിൻ്റെ ആ സ്പർശനത്തെ ആസ്വദിച്ചോളൂ എന്ന് അവരോട് പറയപ്പെടുന്നതാകുന്നു. ദൂഖൂ മസ്സ സഖർ. ഇന്ന, നിശ്ചയമായും നാം, കുല്ല ഷൈഇൻ, എല്ലാറ്റിനെയും, കുല്ല ഷൈ, കുൽ എന്ന് പറഞ്ഞാൽ എല്ലാം, ഷൈ ഓരോ വസ്തുവും, ചെറുതും വലുതിനുമെല്ലാം ഉപയോഗിക്കുന്ന വേർഡാണ് ഷൈ. കാണുന്നതും കാണാത്തതും ചെറുതും വലുതും എല്ലാ കാര്യങ്ങൾക്കും, ആശയപരമായതും അല്ലാത്തതും, വസ്തുതാപരമായതും വസ്തുക്കളും, അതിനൊക്കെ ഷൈ എന്ന് പറയും. ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു, നാം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖ യഖ്ലുഖു ഖൽഖൻ ഖലഖനാഹു ബിഖദർ, ഒരു ഖദറോടുകൂടി, ഒരു കണക്കോടുകൂടി ആണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാറ്റിനെയും നാം ഖദറാക്കിയിരിക്കുന്നു. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ, അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഖദറുൻ മഖ്ദൂറാണ്, മഖ്ദൂറായ ഖദറാണ്, കണക്കാക്കപ്പെട്ട കണക്കാണ്. ആ ഖദറിൻ്റെ ശക്തിയാണ് പറഞ്ഞത്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഖദറിനെ നിഷേധിക്കുന്ന ആളുകളുടെ വിഷയത്തിലുമാണ്. തഫ്സീറുകളിൽ കാണാം, മക്കാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഖദറിൻ്റെ വിഷയത്തിൽ തർക്കിച്ചു എന്നാണ്. അങ്ങനെയെല്ലാം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടോ? കണക്കാക്കുമോ? അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാറ്റിനെയും നാം ഒരു ഖദറോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ സൃഷ്ടികളും ഒരു ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിൽ ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ വരും എന്ന് ഈ ആയത്ത് ഓതുന്ന സന്ദർഭത്തിൽ തന്നെ സ്വഹാബികളിൽ പലർക്കും അറിയാമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഫിത്നയാണെന്ത്? ഖദരിയാക്കൾ രംഗപ്രവേശം ചെയ്തു. ഖദരിയ എന്ന് പറയുന്ന വിഭാഗം, അവർക്ക് ആ പേര് നൽകപ്പെടാനുള്ള കാരണം അവർ ഖദറിനെ നിഷേധിച്ചു. അള്ളാഹു എല്ലാം മുൻകൂട്ടി കണക്കാക്കുന്നില്ല, ഒക്കെ സംഭവിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു, ഒരേകദേശ കണക്കേ ഉള്ളൂ. അള്ളാഹു എല്ലാം മുൻകൂട്ടി അറിയുന്നില്ല, സംഭവിച്ചു കഴിഞ്ഞാലേ അള്ളാഹു അറിയുന്നുള്ളൂ. അപ്പോൾ ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അള്ളാഹു എപ്പോഴേ അറിയുന്നുള്ളൂ? അയാൾ മരിക്കുമ്പോഴേ അള്ളാഹു അറിയുന്നുള്ളൂ. അതിനു മുമ്പേ അള്ളാഹുവിന് ഒരാൾ സ്വർഗത്തിലാണ്, ഈ ആൾ സ്വർഗത്തിലാണ്, ഈ ആൾ നരകത്തിലാണെന്ന് അള്ളാഹുവിന് പറയാൻ പറ്റില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്നു പറഞ്ഞു, ഖദറിൻ്റെ വിഷയത്തിൽ ചിലർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാലോ, ഓരോ നാട്ടിലും ഓരോ പുതിയ വാദങ്ങൾ വരുമ്പോൾ അത് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ച ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെ സംഭവിച്ചോ? അങ്ങനെ സംഭവിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ ആയത്ത്, തത്തുല്യമായ ആയത്തുകൾ അത്തരം ആളുകളെ ഉദ്ദേശിച്ച് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാറ്റിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖദറോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഖദറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ആ ഖദർ? ഖദറുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം പറയാം. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ഖദ്ദറ ഖദറൻ വഖദൽ ഖലായിഖ ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും ഒരു ഖദറോട് കൂടി സൃഷ്ടിക്കുകയും സൃഷ്ടികളെ അതിലേക്ക് അല്ലാഹു വഴി നടത്തുകയും ചെയ്യുന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. എല്ലാറ്റിനും അല്ലാഹു ഒരു ഖദർ നിശ്ചയിച്ചു. വലിഹാദാ യസ്തദില്ലു ബിഹാദിഹിൽ ആയത്തിൽ കരീമ അഇമ്മത്തുസ് സുന്നത്തി, ഈ ആയത്തിനെ തെളിവ് പിടിക്കുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, അല ഇസ്ബാത്തി ഖദരില്ലാഹി സാബിഖി ലി ഖൽഖിഹി,
അള്ളാഹു അവൻ്റെ സൃഷ്ടികളുടെ വിഷയത്തിൽ നേരത്തെ തന്നെ എല്ലാം വ്യക്തമായ ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്കുന്നത്. വഹുവ, എന്താണ് ഖദർ? എന്താണ് ആ ഖദറിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വഹുവ ഇൽമുഹുൽ അഷ്യാഅ ഖബ്ല കൗനിഹാ. ഇൽമുഹു അൽ അഷ്യാഅ ഖബ്ല കൗനിഹാ. ഒരു കാര്യം ഉണ്ടാവുന്നതിന് മുമ്പ് അതെന്തായിരിക്കും എന്ന ഇൽമാണത്. ധാരാളം ഇഷ്കാലുകൾ നീങ്ങുന്ന തത്വമാണത്. ഖദർ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരേണ്ടത് അള്ളാഹുവിൻ്റെ ഇൽമാണ്. അപ്പോൾ ഒരാൾ നരകത്തിലാണ് എന്ന് അള്ളാഹു അറിഞ്ഞു എന്ന് വിചാരിക്കുക, പിന്നെ ആ വ്യക്തി സ്വർഗത്ത് പോവും. അത്രേ ഉള്ളൂ. അള്ളാഹു അറിയുന്നു ഒരാൾ നരകത്തിലാണെന്ന്, പിന്നെ ആ വ്യക്തി എങ്ങനെ സ്വർഗത്തിൽ പോവും? പോയാൽ അള്ളാഹുവിന് അബദ്ധം പറ്റി. ഞാനോ നിങ്ങളോ പറയാണ് ഇന്നാൾ ജയിക്കും. ഇപ്പോൾ എലക്ഷൻ നടന്നു, ചിലർ പറഞ്ഞു ഇന്ന പാർട്ടി ജയിക്കും, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ജയിക്കും, ഇന്ന ആൾ ജയിക്കൂല. റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്. സംഭവിക്കൂലേ? സംഭവിക്കും. എന്തുകൊണ്ട്? മനുഷ്യൻ ദുർബലനാണ്, അവനൊരു ഊഹം വെച്ച് പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇന്നാൾ ജയിക്കും, പിറ്റേന്ന് അതാ അയാൾ തോറ്റു. അപ്പോൾ പിന്നെ ദൈവത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അങ്ങനെ ഒരാൾ ദൈവമാവാൻ യോഗ്യനല്ല, അങ്ങനെ ഒരാൾ ഖാലിഖാവാൻ യോഗ്യനല്ല. അപ്പോൾ ഖാലിഖായ റബ്ബ് അവൻ ആലിമുമാണ്. അലാ യഅലമു മൻ ഖലഖ്. സൃഷ്ടിച്ചവൻ അറിയില്ലേ? അറിയും. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് ഖദറിലെ ആദ്യത്തെ വിഷയം വഹുവ ഇൽമുഹുൽ അഷ്യാഅ ഖബ്ല കൗനിഹാ. ഒരു കാര്യം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതെങ്ങനെയാണ് എന്ന് റഹ്മാനായ റബ്ബിനറിയാം. വ കിതാബത്തുഹു ലഹാ, അത് എഴുതിയും വെക്കുന്നു, അത്രയേ ഉള്ളൂ. വ കിതാബത്തുഹു ലഹാ ഖബ്ല ബുർഇഹാ. അതുകൊണ്ട് തന്നെ അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അത് എഴുതി വെക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി സ്വർഗത്തിലാണോ നരകത്തിലാണോ, അവൻ്റെ റിസ്ക്കിൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് എഴുതി വെക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഇൽമാണത്. അള്ളാഹു എല്ലാം അറിയുന്നു, ഓരോരുത്തരുടെ പ്രവൃത്തിയും. അപ്പോൾ ഒരാൾ മടിയനും അലസനുമാണെങ്കിൽ അവൻ തോറ്റുപോകുമെന്നത് അള്ളാഹു നിശ്ചയിച്ച ഖദറാണ്. അപ്പോൾ അത് അള്ളാഹുവിന് നേരത്തെ അറിയാം ആരാണ് മടി കാണിക്കുക. അപ്പോൾ അവർക്കനുസരിച്ചുള്ള റിസൾട്ട് അള്ളാഹു നേരത്തെ അറിയുന്നു, നേരത്തെ എഴുതി വെക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ആ എഴുതി വെക്കപ്പെടാനുള്ള കാരണം ഇവൻ്റെ അലസതയാണ്, ഇവൻ്റെ മടിയാണ്. അല്ലാതെ എഴുതി വെച്ചതുകൊണ്ട് ഞാൻ മടിയനായതല്ല, മടിയനായതുകൊണ്ട് അത് എഴുതി വെച്ചതാണ്. തിരിച്ച് ചിന്തിക്കുക. അപ്പോൾ ഒരാൾ നരകത്തിൽ പോകുമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ച കാര്യമാണ്. അള്ളാഹു എഴുതിയത് കൊണ്ടാണോ അയാൾ നരകത്ത് പോകുന്നത്? അല്ല, അയാൾ നരകത്ത് പോകുന്നത് കൊണ്ട് അള്ളാഹു ഇത് എഴുതി വെച്ചതാണ്. അതുകൊണ്ടാണ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നരകം നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണെന്നാണ് പറഞ്ഞത്. സ്വർഗവും അങ്ങനെ തന്നെ. അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തി അള്ളാഹു മുൻകൂട്ടി അറിയുകയും അള്ളാഹു ഇത് എഴുതി വെക്കുകയും ചെയ്യുന്നു. അതിൽ തെറ്റുപറ്റൂല. റബ്ബിൻ്റെ ഇൽമിനെ സൃഷ്ടികൾക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഖദർ. അതുകൊണ്ടാണ് ഖദറിനെ നിഷേധിച്ചവർ ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷിർക്കിൻ്റെ ആളുകളാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഖദറിനെ നിഷേധിക്കൽ ഷിർക്കാണ്. കാരണം ഖദറിൽ 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളാണ് ഖദറിൻ്റെ 4 റുക്നുകളാണത്. ഒന്ന് അള്ളാഹുവിൻ്റെ ഇൽമ്, 2 അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബത്ത്. ആദ്യം ഇൽമാണ്, രണ്ടാമത്തെ എഴുതി വെക്കലാണ്. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ മശീഅത്ത്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം വേണം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നാലാമത്തേത് അള്ളാഹുവിൻ്റെ ഖൽഖ്, അവൻ ഉദ്ദേശിച്ചതിനെ അവൻ സൃഷ്ടിക്കുന്നു. അള്ളാഹുവാണ് ഖാലിഖ്. നമ്മുടെ പ്രവർത്തനങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. ഇല്ലെങ്കിൽ മനുഷ്യൻ മറ്റൊരു രൂപത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ കാണിക്കട്ടെ. നമുക്ക് കാല് പുറകോട്ടേ മടക്കാൻ പറ്റൂ, മുന്നോട്ട് മടക്കി കാണിക്കൂ. എന്തുകൊണ്ട് കഴിയുന്നില്ല? അതിൻ്റെ എൻജിനീയറിങ് നമ്മളുടെ അടുത്തല്ല, അള്ളാഹുവിൻ്റെ അടുക്കലാണ്. റബ്ബിൻ്റെ സൃഷ്ടിപ്പാണ്, അള്ളാഹുവിൻ്റെ രീതിയാണ്. ആനയെ പോലെയല്ല മനുഷ്യൻ, മനുഷ്യനെ പോലെയല്ല ഉറുമ്പ്, ഉറുമ്പിനെ പോലെയല്ല പരുന്ത്. എല്ലാം വ്യത്യാസമുണ്ട്. അതാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. ഒക്കെ ഖദറാണ്, എല്ലാം ഖദറാണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ.
എല്ലാറ്റിനെയും നിർണിതമായ ഒരു ഖദറോടുകൂടി നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ 4 റുക്നുകൾ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഖദറുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഉണ്ടാവില്ല, ഒരു ഇഷ്കാൽ ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അയാൾ പ്രവർത്തിക്കും സ്വർഗത്തിന് വേണ്ടി, അയാൾ പ്രവർത്തിക്കും സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കും. എന്നാൽ ഈ തത്വമൊക്കെ അറിഞ്ഞിട്ടും ഒരാൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അവൻ സ്വയം പരാജയം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ വളരെ ശ്രദ്ധേയമായ ആയത്താണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാറ്റിനെയും നാം ഒരു ഖദറോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ആ പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയം വരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.